ഹലോ 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 സണ്ടേട്ടാ. മെർലൈൻ സിംഹത്തിന്റെ തലയും മത്സ്യത്തിന്റെ ഉടലുമുള്ള ഒരു സാങ്കല്പിക ജീവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേര് പറയുമ്പോൾ മനസ്സിലാവത്തില്ലെങ്കിലും ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് മെർലൈനെയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിംഗപ്പൂരിലൊരു സ്റ്റാച്യു ആണ് ഈ മെർലൈൻ. അത് മാത്രമല്ല, അവിടെ പോയി ചെറിയൊരു ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ചമ്മലാണ് കേട്ടോ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ സ്വന്തമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാനായിട്ട്. നമ്മൾ പുറമെ അല്ലാതെ വീഡിയോ എടുക്കുന്നത് ഓക്കെ, പക്ഷെ ഇതിൽ ഇച്ചിരി എനിക്ക് ചമ്മലൊക്കെയാണ് കേട്ടോ. അങ്ങോട്ട് കയറി പോകുന്ന എവിടെയാ? അതിൻ്റെ അകത്ത് എവിടെ പോകുന്ന? അത് നീ ഇറങ്ങി വിളി. നമ്മളിപ്പോൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറീന ബേ സാൻഡ്സ് എന്നുള്ളൊരു വലിയൊരു ഹോട്ടലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ കസിനോ ഇവിടെയാണുള്ളത്. ഏറ്റവും വലിയ റൂഫ് ടോപ്പ് ഇൻഫിനിറ്റി പൂളും ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. എന്ത് രസമാണെന്നറിയാമോ? നമ്മളിങ്ങനെ ഞാനിങ്ങനെ എന്താ ഒരു അത്ഭുത ലോകത്ത് നിൽക്കുന്നത് പോലെയൊക്കെയുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. നമ്മളിപ്പോ ബോട്ടിങ്ങിന് പോകാൻ പോയോ? കുറച്ച് നേരം ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബോട്ട് വരാനായിട്ട്. ആ ടൈമിൽ ഞാൻ മൊബൈലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടെന്ന് ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ബോട്ട് വന്നു. ഞാൻ പതിവ് തെറ്റിച്ചില്ലായിരുന്നു, നേരെ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു. എനിക്ക് വീഡിയോ എടുക്കണം, പിന്നെ എല്ലാം ആദ്യം കാണണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. പിന്നെ ഈ ഒരു യാത്രയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ ബോട്ടിനകത്ത് തന്നെ ഒരു TV ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത, അത് ഏത് ഇയറിലുണ്ടാക്കി, അതിൻ്റെ എല്ലാ ജീവചരിത്രവും നമ്മളിങ്ങനെ അതിനകത്തൂടെ അതിനകത്ത് കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ആദ്യമേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഞാൻ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചു, പിന്നീടാണ് മനസ്സിലായത് ഇതിനെക്കുറിച്ചാണ് ഇതിനകത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അത് കുറച്ചധികം നേരത്തെ യാത്രയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്രയും ഒരു ലെങ്ത്ത് എല്ലാം കാണിക്കുന്നില്ല, പെട്ടെന്ന് കാണിച്ചു പോവാം. ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു അവിടെയൊക്കെ രാത്രി കാണാൻ, എന്തൊരു ഭംഗി! ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തിരിച്ച് അടുത്ത ദിവസം ഞാൻ തിരിച്ച് വരുമായിരുന്നു. അതിൻ്റെ ഒരു വിഷമമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി എന്നാണ് എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഞാനിങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഓരോന്നൊക്കെ ഓർത്ത് ആസ്വദിച്ച് തിരിച്ച് വരുമായിരുന്നു. ഹലോ, ഞാൻ ഇവിടെ ഒരു ബീച്ചുണ്ട്, കാണാൻ വന്നേക്കുക. നല്ല രസം കേട്ടോ കാണാൻ. ചുറ്റും ഭയങ്കര പച്ചപ്പും, പിന്നെ വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, റീൽസൊക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. അവിടെ നിന്നിങ്ങനെ നേരെ നോക്കുമ്പോഴത്തേക്ക് കുറേ വലിയ വലിയ ഷിപ്പുകളും കണ്ടെയ്നറുകളും ഒക്കെ നമുക്കിങ്ങനെ കാണാമായിരുന്നു. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. ഭയങ്കര ഇങ്ങനെ കാമായിട്ടിരിക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഉള്ള നല്ലൊരു സ്ഥലമായിരുന്നത്. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രൻ മഴ. ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മഴ കൊണ്ടുപോയ പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ ആ ടൈമിൽ നാട്ടിൽ നിൽക്കുമ്പോഴും മഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ മഴയൊക്കെ പെയ്യുമോ, എങ്ങനെയാണ്, എനിക്കറിയത്തില്ലല്ലോ അവിടുത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയാണ്. ഞാൻ ചെന്നതിൻ്റെ അന്നോട്ടേ മഴയായിരുന്നു. അതിലൊരു ദിവസം ഞങ്ങൾക്കങ്ങനെ പുറത്തിറങ്ങാനും പറ്റില്ല മഴ കാരണം. എന്നാലും ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന
നിന്ന കുറച്ച് ദിവസങ്ങളിലൊന്നായിരുന്നു കേട്ടോ അത്. ഇത് ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നേ. എനിക്ക് ഈ ബാൽക്കണി ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ ഞാൻ കുറേ നേരം വന്നിരുന്നു. രാത്രി സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ കുറേ നേരം പോയിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ അത്. എനിക്ക് അവിടെ നിന്ന് വരാൻ നേരത്തും ഇനിയും അവിടെ പോകണം, അവിടെ നിൽക്കണം എന്നെ ഇങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ പറയുമല്ലോ. ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എത്രയും നാളും നമുക്ക് നാട് എന്ന് പറയുമ്പോൾ വേറൊരു വികാരമാണല്ലോ. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ എനിക്ക് അമ്മയും പപ്പയൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ. അത് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയുകയാണ്. ദൈവം സഹായിച്ച് അങ്ങോട്ട് പോകാൻ പറ്റട്ടെ. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ. നമുക്ക് ആ സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ വർക്ക് ചെയ്യാൻ കൂടെ വേണമല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. വെറുതെ ഇങ്ങനെ ഒരിടത്ത് ഇരുന്നിട്ട് എനിക്കിതിനൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.